ഹായ് വെൽക്കം ടു സ്പോർട്ടിക്സ് ഇറ്റ്സ് മീ അബ്ദുലാനസ് ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗെയിം ഡെവലപ്മെന്റ് വീഡിയോയുടെ പാർട്ട് 10 ആണ്. നമ്മളിപ്പോൾ ഇതുവരെ ഗെയിമിന്റെ കുറേ ബേസിക്സ് കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഗെയിമിൽ എങ്ങനെ ഒരു പ്ലെയറിനെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയറിനെ അങ്ങോട്ട് എങ്ങനെ എത്തിക്കാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പക്ഷേ നമ്മളൊരു പ്ലെയറിനെ ബേസിക് അല്ലെങ്കിൽ പ്ലെയറിനെ അല്ലെങ്കിൽ ഗെയിമിനെ എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും പോയിന്റ്സ് ആണ്. അപ്പോൾ എന്തെങ്കിലും സാധനത്തിന് വേണ്ടിയിട്ടായിരിക്കും ഗെയിം കളിക്കുക. അപ്പോൾ അതിന് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് വേണം. അപ്പോൾ ഈ ഒരു പോയിന്റ് എങ്ങനെ സെറ്റ് ചെയ്യും, അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂടി ഓരോ സ്ക്രീനിൽ അവിടെ ഇവിടെ ആയിട്ട് ഓരോ പോയിന്റ്സ് പ്ലേസ് ചെയ്യുകയും അതിലേക്ക് പ്ലെയർ പോയി കണക്ട് ചെയ്യുമ്പോൾ ആ പ്ലെയറിന് ഓരോ പോയിന്റ് ഗ്രോ ചെയ്യുകയാണ് നമ്മളോട് ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം വെച്ചാൽ ഈ പ്ലെയറിന് സ്ക്രിപ്റ്റ് വേണമല്ലോ. നമ്മൾ സ്ക്രിപ്റ്റിലാണല്ലോ ഇത് കാര്യമെല്ലാം എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പ്ലെയർ ഡോട്ട് ജി ഡി എന്ന് നമ്മൾ ഫയൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് പുറമെ നമ്മൾ വേറെ സ്ക്രിപ്റ്റും കൂടി ആഡ് ചെയ്യാണ്. ഇവിടെ സ്ക്രിപ്റ്റിൽ ന്യൂ സ്ക്രിപ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ന്യൂ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ആ ഫയൽ നെയിം ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ നെയിം ഇടുകയാണ്. ഈ ഗ്ലോബൽ ഡോട്ട് ജി ഡി എന്ന് പറഞ്ഞ് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ ഡോട്ട് ജി ഡി എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഞാൻ അത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ഫയലുകൾ പോലെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഞാൻ ക്ലിയർ ചെയ്യാണ്. കാരണം നമുക്ക് ഇവിടെ ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ആണ് ഗ്ലോബലായിട്ട് കീപ്പ് ചെയ്യണം. അവിടെ എന്ത് കീപ്പ് ചെയ്യണം, പോയിന്റ്സ് ആണ്, പ്ലെയറിന്റെ പോയിന്റ്സ്. ഇവിടെ ഞാൻ ഇനീഷ്യലി പോയിന്റ് സീറോ ആയിട്ടാണ് കൊടുക്കുക. കാരണം ഒരു പ്ലെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പോയിന്റ് സീറോ ആയിരിക്കണം. ഇപ്പോൾ സീറോ ആയിട്ട് കൊടുത്തു. ഇനി അടുത്ത കാര്യം വെച്ചാൽ നമ്മൾ ഇത് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലോഡ് ചെയ്യണം. മറ്റൊന്നൊക്കെ പറഞ്ഞ ഒരു സീനുകൾ അല്ലെങ്കിൽ അത് ലോഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് ജനറൽ ആയതുകൊണ്ട് തന്നെ പ്രോജക്ട് സെറ്റിംഗ്സിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഓട്ടോ ലോഡിൽ നമ്മളിവിടെ പാത്ത് സ്പെസിഫൈ ചെയ്യണം, ഏതാണ് ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്ലോബൽ അല്ലെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഗ്ലോബലായിട്ട് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്തിടാം. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് അതിന് നെയിം കൊടുക്കുന്നുണ്ട്, എന്ത് നോഡാണ് ഇവിടെ കാണിക്കേണ്ടത്. ഞാൻ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് ഗ്ലോബലായിട്ട് ഓട്ടോ ലോഡിൽ ഇത് ആഡ് ആവുന്നതാണ്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗെയിം റൺ ചെയ്യുമ്പോൾ ഈ ഒരു സാധനം ഓട്ടോമാറ്റിക്കലി ലോഡ് ആവും. അപ്പോൾ അത് നമുക്ക് അവിടെ കണക്റ്റഡ് ആയിട്ട് പോയിന്റ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഞാൻ കൊടുത്തു. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം. എന്താണ്, പുതിയൊരു സീനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ന്യൂ സീൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ന്യൂ സീനിൽ എന്ത് നെയിം കൊടുക്കണം, ജുവലിന് നെയിം കൊടുക്കണം. ജുവൽ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഗെയിമിൽ ഒരു പ്ലെയർ മൂവ് ചെയ്യുമ്പോൾ ആ പ്ലെയറിനെ അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ജുവൽ എന്ന് കൊടുത്തു. ജുവൽ എന്ന് പറയുന്നത് 2D സീനാണ്. 2D സീനായിട്ട് കൊടുത്തു. ഇനി ഇതിൽ എന്തൊക്കെ വരുന്നത് വെച്ചാൽ ഒരു ജുവൽ അല്ലെങ്കിൽ ജെം എന്ന് പറയുന്ന സാധനം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുമ്പോൾ അതിനൊരു എന്താ പറയുക, ഇത് സീനായിട്ടാണല്ലോ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം വെച്ചാൽ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാൻ വെച്ചാൽ സ്പ്രൈറ്റ്. ഓക്കെ, സ്പ്രൈറ്റ് വേണം. കാരണം ആ ഒരു പ്ലെയറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ജുവലിൻ്റെ ഷേപ്പ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിമേറ്റ് പ്ലെയർ. എനിമേറ്റ്, ഓക്കെ, എനിമേറ്റ് സ്പ്രൈറ്റ് അല്ല, പ്ലെയർ എനിമേഷൻ. ഓക്കെ, അപ്പോൾ എനിമേഷൻ പ്ലെയർ. ഓക്കെ, ഇത് വേണം. അപ്പോൾ അത് കൊടുത്തു. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ്. എന്തിനാണ് പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ജുവലിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു സാധനം മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് കൂടുതൽ അറ്റൻഷൻ കിട്ടുള്ളൂ. ഒരു ഗെയിമിലാകുമ്പോൾ എസ്പെഷ്യലി അത് കളിക്കുന്നവർക്ക് അതിനൊരു അറ്റൻഷൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാർട്ടിക്കിൾസ് എപ്പോഴും അതിന് മുകളിൽ എന്തെങ്കിലും മൂവ് ചെയ്യണം. അപ്പോൾ പാർട്ടിക്കിൾസ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ പാർട്ടിക്കിൾ കൊടുത്തു. പാർട്ടിക്കിൾ ഇതിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ അണ്ടറിൽ പാർട്ടിക്കിൾ 2D കൊടുത്തു. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഏരിയ 2D. ഓക്കെ, ഒരു 2D ഏരിയ വേണം. അപ്പോൾ അത് കണക്ട് ചെയ്യാം. അപ്പോൾ ഏരിയ 2D കൊടുത്തു. ഇനി അടുത്ത് ഏരിയ 2Dയുടെ അടിയിൽ കൊളീഷൻ ഷേപ്പ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊളീഷൻ ഷേപ്പ് 2D യൂസ് ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ ഓൾറെഡി ഉള്ളൊരു കൊളീഷൻ ഷേപ്പ് 2D കൊടുക്കാം. ഷേപ്പ് കൊടുത്തു. അപ്പോൾ കൊളീഷൻ ഷേപ്പും വന്നു. ഇനി നമുക്ക് അടുത്ത കാര്യം വെച്ചാൽ സ്പ്രൈറ്റിൽ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ഒരു എലമെന്റ് കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ സീൻസും സ്ക്രിപ്റ്റ്സും അല്ലാണ്ട് ടെക്സ്റ്റേഴ്സിൽ നമ്മൾ ഓരോ ടൈപ്പ് അല്ലെങ്കിൽ ഗെയിമിൽ കാണിക്കാൻ പറ്റുന്ന സ്പ്രൈറ്റ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, സ്പ്രൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാനായിട്ട് ഞാനിവിടെ ഈ ഐറ്റംസ് നോക്കാം. ഐറ്റംസിൽ നമുക്ക് ഇവിടെ പല ടൈപ്പ് സ്പ്രൈറ്റുകൾ കാണാം. അപ്പോൾ നമ്മൾ ഗെയിം പ്ലേക്ക് നല്ലൊരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ ഇതിലേക്ക് മാച്ച് ആവുന്ന ഒരു തരത്തിലുള്ള ഒരു നോക്കി ഞാൻ എടുക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ ജെം. ഓക്കെ, ബ്ലൂ കളർ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ ജുവൽസ് വേണമെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ യെല്ലോ ജുവൽസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യെല്ലോ ജുവൽ എടുത്തിട്ട് ഇവിടെ നമുക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കൊടുത്തു. അത് പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആ സാധനം വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഇവിടെ വന്നു. ഒന്ന് കുറച്ച് വലുതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ ട്രാൻസ്ഫോമിൽ പോയിട്ട് സ്കെയിൽ ചെയ്യണം. ഒന്ന് ജസ്റ്റ് വലുതാക്കി എടുക്കാം. സ്കെയിൽ ചെയ്തു. അപ്പോൾ ഞാൻ അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് കുറച്ച് വലുതായി. ഓക്കെ, നമുക്കിപ്പോൾ കാണാൻ പറ്റാവുന്ന രീതിയിൽ അത് വലുതായിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ കാണിക്കുന്ന പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പാർട്ടിക്കിൾസിൽ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഈ ടെക്സ്റ്റേഴ്സിൽ നമുക്കൊരു പാർട്ടിക്കിളും കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ക്യാരക്ടേഴ്സിൽ പാർട്ടിക്കിൾ ഇല്ല. അപ്പോൾ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ കെന്നിയിൽ പോയിട്ട് നമുക്കിവിടെ പാർട്ടിക്കിൾസ് പാക്ക് ഉണ്ട്. ഞാൻ ഇവിടെ ഓൾറെഡി സെർച്ച് ചെയ്ത് വന്നതാണ്. ഞാൻ ഇവിടെ പാർട്ടിക്കിൾസ് സെർച്ച് ചെയ്തപ്പോൾ വന്ന ഒരു പാർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടെ സ്മോക്ക് പാർട്ടിക്കിൾസ് ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് ജസ്റ്റ് ഇങ്ങനത്തെ ടൈപ്പ് ഓരോ പാർട്ടിക്കിൾസ് ഗ്ലോയിങ് പോലത്തെ ഫീൽ ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾസ് നമുക്ക് മതി.
അപ്പോൾ ഇങ്ങനത്തെ ഒരു പാർട്ടിക്കിൾ ഞാൻ എടുക്കുകയാണ്, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഷോ ഇൻ ഫോൾഡർ കൊടുത്തു. ഞാനിതിനെ എക്സ്ട്രാക്ട് ചെയ്യാം. എനിക്ക് എക്സ്ട്രാക്ട് ഓൾ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇത് എവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എക്സ്ട്രാക്ട് ഓൾ ഫയൽ. ഓക്കെ, ഇത് ഞാൻ ഇവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യിക്കാം. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മാത്രം നമ്മൾ ആ ഗെയിമിൻ്റെ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും പല ടൈപ്പ് ഐറ്റംസ് ഇവിടെ ഹാൻഡിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പാർട്ടിക്കിൾസ് മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ അതിൽ സ്പെസിഫൈ ഞാൻ പറയുന്നത് നമുക്ക് ഈ ഒരു ടൈപ്പ് ഗ്ലോയിങ് ആയിട്ടുള്ള പാർട്ടിക്കിൾ മാത്രം മതി. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ നമുക്ക് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് അത് മാത്രമേ നമ്മൾ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഗെയിമിൻ്റെ ഇതിൽ പോയിട്ട് ഗെയിം ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് ഗെയിമിൽ ടെസ്റ്റ് യൂസിൽ ഇവിടെ ഞാനൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ നമുക്ക് ഇതൊരു എഫക്റ്റ് പോലെയാണ്. അപ്പോൾ അതൊരു എഫക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടാം. അതിൻ്റെ ഉള്ളിൽ കൊടുന്ന് ഇത് പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ പാർട്ടിക്കിൾ ആയിട്ടുണ്ട്. എനിക്കിവിടെ അതൊന്ന് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ അത് ലോഡ് ആയിട്ടുണ്ട്. എഫക്ട്സിനുള്ളിൽ നിന്ന് ഈ സാധനം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൊടുന്നിടാം. കൊടുന്നിട്ട് ഇതിന് വലിയ സൈസാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രാൻസ്ഫോം ചെയ്ത് ചെറുതാക്കാം. അപ്പോൾ അതിനോട് ഞാൻ 0.03 കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു എക്സ് ആക്സിസിൽ ചെറുതായി, അതുപോലെ വൈ ആക്സിസും ചെറുതാക്കാം. അപ്പോൾ ഒരു ചെറിയ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് വെച്ചാൽ ഇതിനെ പ്രോസസ്സ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ പാർട്ടിക്കിൾ മെറ്റീരിയൽ എന്നുള്ള രീതിയിലുള്ള പ്രോസസ്സിംഗ് ആണ് കൊണ്ടുവരുന്നത്. അത് ഞാൻ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിൽ ഇങ്ങനെ അടിയിലേക്ക് ഗ്ലോ ചെയ്യണം. ഇത് ഒന്നുകൂടി ശരിക്കും ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് ഒന്നുകൂടി ചെറുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ചെറുതായി. ഞാൻ ഒരു 2 ഇടാം. ഓക്കെ, 2 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു ഇങ്ങനെ ഷെയ്ഡ് വരുന്നത്. നമുക്ക് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഷെയ്ഡ് വരുന്നതിൻ്റെ ടൈമിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, 0.5 കൊടുക്കാം. ഓക്കെ, 5 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ ഫീൽ വരുന്നത്. 5 കുറവ് 3 കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ചെറിയൊരു ബ്ലിങ്കിങ് പോലെ. അടുത്ത കാര്യം വെച്ചാൽ ഇത് ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഇതിനെ ഫുള്ളായിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാനൊരു സ്പിയർ കൊണ്ടുവരികയാണ്. ഇതിനൊരു ഷേപ്പ് സ്പിയർ കൊടുത്തു. ഈ സ്പിയറിൻ്റെ റേഡിയസ് യൂസ് ചെയ്യേണ്ടത് ഒരു 30 കൊടുക്കാം. അപ്പോൾ 30 കൊടുത്തപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വരുന്നത് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും എന്താ പറയുക ഒരു വ്യൂവിങ് അല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇതൊന്നും കൂടി വലുതാക്കാം. 30 എന്നുള്ള മാറ്റിയിട്ട് ഒരു 200 കൊടുക്കാം. 200 കൊടുക്കുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ ചുറ്റും ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഞാൻ 600 കൊടുത്തു. 600 കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്പേസും കൂടുന്നുണ്ട്. 1000-ൽ എത്രത്തോളം നമുക്ക് അപ്പിയറിങ് ആവുക അല്ലെങ്കിൽ എത്രത്തോളം ഗ്ലോയിങ് വരാമെന്നുള്ളതാണ്. അപ്പോൾ 1500 കൊടുക്കാം. അപ്പോൾ അതിന് ചുറ്റും ആ ഒരു ഇത് വരുന്ന ഫീൽ നമുക്ക് കാണാം. 1500 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് സൂം ഔട്ട് ചെയ്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ ചുറ്റും ആ ഒരു ഗ്ലോയിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്ത കാര്യം വെച്ചാൽ ഇതിൽ തന്നെ വേറെ കാര്യമുണ്ട്. 1000 കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ 1300 കൊടുക്കാം. നമുക്കൊരു റേഞ്ച് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചുറ്റും വരുന്ന റേഞ്ച് കിട്ടി. ഞാൻ അടുത്തതെന്ന് വെച്ചാൽ കൊളിഷൻ ഷേപ്പ് ആണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ഷേപ്പ് കൊണ്ടുവരാം. നമ്മളിവിടെ റെക്റ്റാങ്കിൾ കൊടുക്കാം. റെക്റ്റാങ്കിൾ ഷേപ്പ് ഇതിന് കറക്റ്റായിട്ട് കൊണ്ടുവരാം. ഓക്കെ, ആ ഒരു ഷേപ്പ് കൊണ്ടുവന്ന് ആ ഒരു പരിപാടിയോട് നമുക്കിവിടെ ക്ലിയർ ആവും. ഓക്കെ, എന്നുവെച്ചാൽ ഞാൻ ആ ഒരു ഷേപ്പിൽ ടച്ച് ചെയ്യണം അതിനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ഞാൻ ഈ ജുവൽ എന്ന് പറഞ്ഞ സാധനം സേവ് ചെയ്യാം. സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ സീൻസിൽ അത് സേവ് ആയി കിടക്കുന്നുണ്ടാവും. നമുക്ക് ഇനി അടുത്ത ആവശ്യമുള്ളപ്പോൾ അത് എടുക്കാവുന്നതാണ്. ഇനി ഇവിടെ എന്ത് ചെയ്യണം, ഈ ഒരു സാധനത്തിന് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാം. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുവലിന് സ്പെസിഫിക് ഒരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിന് നെയിം കൂടി കൊടുക്കുകയാണ്, ജുവൽ. ഓക്കെ, ഞാൻ നെയിം കൊടുത്തു. നെയിം കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റും സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാണ്. ജുവൽ ഒരു നമുക്കൊരു പോയിന്റ്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ജുവൽ പോയിന്റ്സ്. നമുക്ക് ജസ്റ്റ് ജുവൽ പോയിന്റ്സ് അങ്ങനെ ജസ്റ്റ് കൊടുത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ചെയ്താൽ ഇവിടെ ഫയൽ വരണതാണ്. നമുക്ക് ഇനി ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യണം. ഒരു പ്ലെയർ ഇതിനെ ടച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പോയിന്റ് കൂടേണ്ടതും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പോയിന്റ് വന്നിട്ട് നമുക്ക് ഇനി അടുത്ത കാര്യം വെച്ചാൽ ഈ പോയിന്റിൽ നമുക്ക് ഒരു അനിമേഷൻസ് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലെയർ ഈ ഒരു സാധനത്തിന് ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് ഇതാവുമ്പോൾ ഈ സാധനം മിനിമൈസ് ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു അനിമേഷൻ ഈ സാധനം ടച്ച് ചെയ്യുമ്പോൾ ഒരു അനിമേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ അനിമേറ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു അനിമേഷൻ കൊണ്ടുവരണം. അപ്പോൾ ന്യൂ അനിമേഷൻ കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ അവിടെ ഗെയിൻഡ് നമ്മൾ ഈ പോയിന്റ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗെയിൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് വെച്ച് നമുക്കിവിടെ അനിമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജുവലിൻ്റെ സ്കെയിലിങ്ങിലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ട്രാൻസ്ഫോമിൽ എന്ത് ചെയ്യണം, ഇനീഷ്യലി ഫസ്റ്റ് പോയിന്റ് അതിവിടെ ഞാൻ ഈ ഒരു
സ്കെയിലിൻ്റെ ഈ ഒരു കീയുടെ ഇത് അവിടെ ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് ന്യൂ ട്രാക്ക് ഫോർ ദി സ്കെയിലിംഗ് ഇൻ ഇൻസേർട്ട് കീ. അപ്പോൾ ഞാൻ അവിടെ ക്രിയേറ്റ് കൊടുക്കുകയാണ്. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് കാണാം. പിന്നെ ഇത്ര സെക്കൻഡ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ മില്ലി സെക്കൻഡ്സ് കൊണ്ട് തന്നെ സാധനം ഹൈഡ് ആവണം ഞങ്ങൾക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അതിനോട് ഞാൻ ഇവിടെ എന്ത് ചെയ്യണം 0 എന്ന് പറഞ്ഞ് അതിൻ്റെ സൈസ് റീഫോം ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം അതും ഇവിടെ കാണിക്കണം. അപ്പോൾ അതും ഇവിടെ ലോക്ക് ചെയ്തപ്പോൾ 2 പോയിന്റ്സ് ഇവിടെ ലോക്ക് ചെയ്യാൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സെക്കൻഡ്സ് എത്തുമ്പോൾ അത് സ്കെയിൽ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ പ്ലേ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ചെറുതായി പോയത് കാണാം. അപ്പോൾ ഈ രീതിയിൽ ഇത് സ്കെയിൽ ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അത് സ്കെയിൽ ചെയ്ത് മിനിമൈസ് ചെയ്ത് പോകണം. അപ്പോൾ അത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്തു. അതുപോലെ തന്നെ ഇനി അടുത്ത് അനിമേഷൻ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ എടുത്തു. ഇനി ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് എനിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് വേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോഡ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് എടുക്കാം. സ്ക്രിപ്റ്റിൽ എന്തൊക്കെ വരും, നമ്മളൊരു പ്ലെയർ ഇതിൻ്റെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഓൺ പ്ലെയർ എൻ്റർ ഈ ഒരു സ്പ്രൈറ്റിൽ ഈ ഒരു ഏരിയയിലേക്ക് പ്ലെയർ എൻ്റർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയ്ക്ക് എൻ്റർ ചെയ്താൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അത് കൊടുത്തു. ഓൺ എൻ്ററിൽ എന്ത് ചെയ്യണം, ഇത് കണക്ട് ചെയ്യണം. ഇപ്പോൾ ബോഡിയിൽ കണക്ട് ചെയ്തിട്ട് ഇത് എൻ്റർ ചെയ്തു. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് മിനിമൈസ് ചെയ്ത് പോകണം. എന്താ പറയുക, നമ്മൾ ആ ബാൾക്ക് ആ സാധനം ഡൺ ആയി പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിമേഷൻ ഫിനിഷ് ചെയ്താൽ എന്താ വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാലം നമുക്ക് കൊടുത്തു. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് എൻ്റർ ചെയ്യുക, നമ്മൾ ഈ ഒരു പ്ലെയർ നമ്മൾ ഈ ഒരു പ്ലെയർ ഡൗണിലാണ്. ഇവിടെ പ്ലെയർ നമ്മൾ ഈ ഒരു പ്ലെയർ എന്ത് ചെയ്യണം, ഇൻ ബോഡി ഡോട്ട് നെയിം. ഓക്കെ, ഇതിനുള്ളിലുള്ള നെയിമിൽ എൻ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒരു കണ്ടീഷൻ വരികയാണ്. ബോഡി ഡോട്ട് നെയിമിൽ എന്ത് ഈ ഒരു പ്ലെയർ എൻ്റർ ചെയ്തു. അപ്പോൾ ഞാൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിമേറ്റ്. അപ്പോൾ എനിമേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പോയിന്റ് കൂട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്ലോബൽ ഡോട്ട് പോയിന്റ്സ്. ഓക്കെ, നമുക്ക് അതിൻ്റെ പോയിന്റ് കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ ഈ പോയിന്റ് കൂട്ടാൻ ആ വേരിയബിൾ ഈ ഗ്ലോബലിൽ എടുക്കുന്ന വേരിയബിളിനെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഗ്ലോബൽ ഡോട്ട് വീണ്ടും പോയിന്റ്സ് വിളിച്ച് +1. അപ്പോൾ നമ്മൾ ആ ഗ്ലോബലുള്ള പോയിന്റിന്റെ വാല്യൂ കയറും. അപ്പോൾ അതവിടെ ശരിയാവുന്നതാണ്. ഇനി അവിടെ എനിമേറ്റ് പ്ലെയർ എന്ത് ചെയ്യണം, നമ്മൾ ഈ പ്ലെയറിനെ എനിമേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പ്ലേ ചെയ്യാണ്. ഗെയിൻഡ് നമ്മളിവിടെ ഗെയിൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പ്ലേ ചെയ്യണം. ഗെയിൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ പ്ലേ ചെയ്യും. അത് കഴിഞ്ഞാൽ ആ ഒരു സാധനം അവിടെ ചെറുതായി പോകും. ഓക്കെ, അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഈ പ്ലെയർ ഇതായി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ക്യൂ ക്യൂവിൽ നിന്ന് അതിനെ ഫ്രീ ചെയ്ത് വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യം കൂടി നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റെഡി ചെയ്യണേ നമ്മൾ സേവ് ചെയ്ത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഇതിൽ വന്ന് ഇവിടെ നമുക്ക് ആ ഒരു ജുവൽസിനെ കൊടുന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, പ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ജുവൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ആ ജുവൽ ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഇവിടെ വെക്കാം, അങ്ങനെ 2-3 ജുവൽസ് നമുക്കിവിടെ കണക്ട് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുകയാണ്. ഞാൻ ഇവിടെ 2-3 ജുവൽസും കൂടി കണക്ട് ചെയ്ത് വെക്കാം. ഇവിടെ അത് വീണ്ടും ആഡ് ചെയ്യാം. ഇത് ഇതിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് അതിൻ്റെ മുകളിൽ കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നു ഇതിവിടെ നമുക്ക് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം. പിന്നെ ഓരോ സ്ഥലത്ത് നമുക്ക് ഗെയിമിൽ ആവശ്യമുള്ളിടത്തൊക്കെ ഇത് കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ജുവൽസ് പ്ലേസ് ചെയ്തു. അങ്ങനെ നമുക്ക് 2-3 സ്ഥലത്ത് ജുവൽസ് വെച്ചു. ഇതൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് കൗണ്ട് കൂടുമ്പോൾ പോയിന്റ് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ പോയിന്റ് കാണിക്കുന്ന സാധനം ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അതും കൂടി നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നമുക്കിത് ചെക്ക് ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, സ്ക്രിപ്റ്റിൽ നമുക്കൊരു കാര്യം കൊണ്ട് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഇതാവണം. അതുപോലെ തന്നെ ഈ ഒരു കൊളീഷൻ ഷേപ്പ്, ഓക്കെ, എനിമേഷൻ കൊളീഷൻ ഷേപ്പ് എന്ത് ചെയ്യണം, ഡിസേബിൾ ചെയ്യണം. ഓക്കെ, ഇതിനെ നമുക്ക് ഡിസേബിൾഡ് ആക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡിസേബിൾഡ് ട്രൂ ആക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ട്രൂ ആക്കുകയാണ്. ട്രൂ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, പോയിന്റ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രിന്റ് കൂടി നമുക്കിവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് പ്രിന്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഗ്ലോബൽ പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ പോയിന്റ്സ് പ്രിന്റ് ചെയ്യാനുള്ള ആ ഒരു ഫംഗ്ഷൻ കൂടി കൊടുത്തു. ഇത്ര നല്ല കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം ഇവിടെയും നമ്മളെ ഈ ഒരു ലെവലിൽ ഇതിലെന്ത് ചെയ്യണം, ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്തു. ഇത്രയും എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ലോഡ് ചെയ്ത് വന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പ്ലെയറിനെ ഈ ഒരു ഇതിലേക്ക് ടച്ച് ചെയ്യാം. അപ്പോൾ അവിടെ പോണ കാണാം നമുക്ക്. അതേപോലെ തന്നെ നമുക്ക് അടിയിൽ പോയിന്റ് കയറുന്ന കാണാം. അപ്പോൾ 1 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു, 2 വന്നു, ഇവിടെ 3 വരുന്ന കാണാം. അപ്പോൾ ഇങ്ങനെ ഗെയിം കളിക്കുമ്പോൾ ആ പോയിന്റ് അവിടെ കയറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം ഇവിടെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഗെയിമിൽ പോയിന്റ്സ് കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ പോയിന്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാം. അതുപോലെ ഓരോ രീതിയിൽ നമുക്കിത് കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിത് എത്ര പ്ലേസ് ചെയ്യുന്നോ അത്രയും പോയിന്റ്സ് അവർക്ക് അവിടെ ഗെയിൻ ചെയ്യാൻ പറ്റും. ഓരോ പ്ലെയറും ഇവിടെ ഓരോ ടൈമും
ഇതിലേക്ക് ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ ഓരോ പോയിന്റ്സ് അവരവിടെ ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൈ ചെയ്യാന്നുണ്ടെങ്കിൽ പ്ലെയർ അവിടുന്ന് അവിടുന്ന് ജസ്റ്റ് ഡൈ ചെയ്യുക, അങ്ങനെ എന്തെയ്യാണെങ്കിൽ ആ പോയിന്റ് അവിടെ പോയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇതിന്റെ പോയിന്റ്സ് കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കണം എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യണത് അല്ലെങ്കിൽ ഈ പോയിന്റ്സ് എങ്ങനെ കളക്ട് ചെയ്യുന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കണം. അതുപോലെ തന്നെ കേരള ഗെയിം ഡെവലപ്പേഴ്സ് കമ്മ്യൂണിറ്റിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ആ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിനുള്ള ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായിരിക്കും.